നമ്മളെ സുക്കർക്കൊക്കെ വാട്സപ്പ് എടുത്തതിന് ശേഷം ഭയങ്കര മാറ്റങ്ങളാട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാ, പുതിയ പുതിയ ഫീച്ചറുകൾ, അടിപൊളി ഓപ്ഷനുകൾ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ശരിയാ, പറഞ്ഞ ശരിയാ. വാട്സപ്പ് പഴയ വാട്സപ്പ് ഒന്നും അല്ല. ഇപ്പൊ പുതിയ വന്ന എന്തൊക്കെയാ? ഇപ്പൊ വാട്സപ്പില് റീസെന്റ് ആയിട്ട് വന്ന 2 ഫീച്ചറുകളാണ്. ഒന്ന് വാട്സപ്പ് പോള്, അതായത് നമുക്ക് ഗ്രൂപ്പിലൊക്കെ വോട്ടെടുപ്പ് നടത്താം. ഒരുപാട് ആളുള്ള ഗ്രൂപ്പിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്നേരം ഒരു വോട്ടെടുപ്പ് കൂടെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനൊക്കെ എളുപ്പമാണ്. രണ്ടാമത്തത് അവതാർ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള അവതാർ വാട്സപ്പിലൂടെ കൊണ്ടുവന്നേക്ക്. ഈ 2 ഫീച്ചറിനെ പറ്റി നമുക്ക് ഇന്ന് നോക്കാം. അതെവിടെയാണുള്ളത്, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വാട്സപ്പ് പോളിനെ പറ്റി നോക്കാം. പോളിന് വാട്സപ്പ് തുറന്നൊരു ഗ്രൂപ്പ് എടുക്കുക. നമ്മൾ ഒരു ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കും ഇവിടെ. ഈ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ താഴെ ഭാഗത്ത് മെസ്സേജ് അയക്കുന്ന ഭാഗത്ത് ഒരു കൊക്കയും കുളത്തും കാണാം. ഒരു ചൊറഞ്ഞ സാധനം നമ്മൾ മീഡിയ എടുക്കുന്ന അതുമിൽ ഞെക്കിയാൽ ഇവിടെ കുറേ സംഭവങ്ങളില്ലേ. അതിന്റെ കൂട്ടത്തിൽ പുതിയ ഒന്ന് വന്ന് കാണാം, പോൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ അതൊന്ന് ഞെക്കി കൊടുക്കുക. അത് ഞെക്കി കൊടുത്താൽ ഇവിടെ മേലെ ആസ്ക് ക്വസ്റ്റ്യൻസ്, പിന്നെ താഴെ ഓപ്ഷൻസും. വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ചോദ്യം ഇടാണ്. എന്തെന്നാ ചോദിക്കുക? ഇപ്പോൾ ഗ്രൂപ്പിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചോദിക്കട്ടെ. കേരളത്തിന്റെ തലസ്ഥാനം ഏത്? അതവിടെ ചോദ്യമായി. ഇനി നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. കോഴിക്കോട്. ഇപ്പം 2 ഓപ്ഷനാണ് കൊടുക്കുന്നുള്ളത് അല്ലേ. നമ്മൾ കൊടുക്കും തോറും ഇങ്ങനെ കൂടിക്കൂടി വരും. നോക്കിക്കോ. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കട്ടെ, തൃശ്ശൂർ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുകയല്ലേ ഇത് വന്ന്. ഇനി അവിടെ കൊടുക്കാം തിരുവനന്തപുരം. നാലാമത്തെ കൊടുക്കാം കൊച്ചി. അപ്പോൾ അങ്ങനെ 4 ഓപ്ഷൻസ് ഞാൻ കൊടുത്ത്. ഇനി നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്യുന്ന നേരം എങ്ങനെ വരിക? വേണ്ട, സെൻഡ് ചെയ്യുന്ന നേരം ഒരു വോട്ടെടുപ്പായിട്ട് അത് പോയി. ഇവിടെ 4 ഓപ്ഷൻസിൻ്റെയും കൂടെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ആ കോളുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വോട്ട് ചെയ്താൽ എങ്ങനെയാണ് വരിക? ഞാൻ വോട്ടെടുപ്പിട്ടിട്ട് ഞാൻ തന്നെ വോട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. വീഡിയോയിൽ ഇതൊന്ന് കാണിച്ചു തരണ്ട എങ്ങനെയാണ് വരിക എന്ന്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിന് വോട്ട് ചെയ്ത്, അപ്പോൾ അതവിടെ ഗ്രീൻ മാർക്കിൽ വോട്ടാകുകയും ചെയ്ത്. ഇനി ആരൊക്കെ വോട്ട് ചെയ്തിരിക്കുന്ന അറിയാൻ താഴെ വ്യൂ വോട്ട്സ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ആരൊക്കെ ഏതിനൊക്കെ എത്ര വോട്ട് എല്ലാം കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. സംഭവം പൊളിയല്ലേ. അപ്പം ഏതിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. സംഭവം പൊളിയാണെങ്കിൽ ഇതുമുള്ള ചങ്ങായിമാരൊക്കെ കൂടിയുള്ള ഒരു ഗ്രൂപ്പാട്ടോ. ഈ ഗ്രൂപ്പ് തന്നെ തിരഞ്ഞെടുത്താൽ നമ്മളെ വീഡിയോയിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഒന്ന് ഇട്ടുകൂടാലോ. ഇതിലുള്ള വലിയ പ്രശ്നക്കാരൊന്നും അല്ലാന്ന്. അപ്പൊ നമുക്കിനി അടുത്ത് അവതാറിനെ പറ്റി നോക്കാം. അവതാർ എടുക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിന്റെ മേലെയുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ കാണാം, അവതാർ. ഈ അവതാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അത് നമ്മളെ പ്രൊഫൈൽ പിക്ചറായിട്ട് അപ്ലൈ ചെയ്യാം. അവതാർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഡമ്മി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാടന്നോട്ടെ. ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിക്കുക. അതൊക്കെ ഒന്ന് എഴുതി വായിച്ചു നോക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സ്കിൻ ടോണ്, അതായത് ഏത് കളറിലാണ് നമ്മൾ അവതാർ വേണ്ടിയെന്നുള്ള അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കറുത്തിട്ട്, എന്നാൽ പിന്നെ കറുത്ത് തന്നെ ആയിക്കോട്ടെ. കറുത്ത് സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്താൽ ഹെയർ സ്റ്റൈൽ, നമുക്ക് ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഒരു ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്ത്. ഇനി അടുത്തത് ഡ്രസ്സ്, ഏത് ഡ്രസ്സാണ് വേണ്ടിയെന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതായിക്കോട്ടെ, കളർഫുൾ ആയിക്കോട്ടെ. അതുപോലെ കണ്ണെങ്ങനെ വേണമെന്നുള്ളത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷേപ്പ്, ഇഷ്ടംപോലെ ഷേപ്പ് ഉണ്ട്. ഏത് ഷേപ്പാണ് വേണ്ടിയെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കറുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറേ അതൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചുണ്ടിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ചുണ്ട് ചുവപ്പായിക്കോട്ടെ, ചുവന്ന ചുണ്ട്, കറുത്ത മനുഷ്യന് ചുവന്ന ചുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ഓപ്ഷൻസും ചെയ്ത് ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം വേണ്ടിയ ചെയ്യുക, വേണ്ടാത്ത ഒഴിവാക്കുക. അതിന് ശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ഇത് അപ്ലൈ ആവും. സംഭവം ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ ചെയ്തൊന്നും നമുക്ക് വേണ്ട, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എക്സിറ്റ് ബട്ടൺ ഇല്ല, ഇതിൽ പുറത്ത് കിടക്കാൻ എക്സിറ്റ് ബട്ടൺ ഇല്ല. ഇതാ മേലെ ഒരു ഏറോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ എക്സിറ്റ് എഡിറ്റർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് ആയി. ഇവിടെ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പഴയ പേജിലെത്തി. സംഭവം ഇങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് അവതാറും വാട്സപ്പിൽ ഇങ്ങനെ ചെയ്യാം. വാട്സപ്പിൽ വന്ന ഈ 2 ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.